മാന്നാർ കലാകൊലപാതകത്തിൽ പ്രതിഭാഗം അഭിഭാഷകൻ സുരേഷ് മത്തായി വക്കാലത്തൊഴിഞ്ഞു. പ്രതികളുടെ ജാമ്യത്തിന് ഇനി മേൽക്കോടതിയെ സമീപിക്കേണ്ടി വരും. പാർട്ടി നിർദ്ദേശപ്രകാരമാണ് വക്കാലത്തൊഴിഞ്ഞതെന്നാണ് സൂചന. സിപിഐഎമ്മിന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ് സുരേഷ് മത്തായി. വിശദാംശങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ദേവൻ ചേരുകയാണ്. ദേവൻ, വലിയ കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസാണ് ഈ ഒരു മാന്നാർ കലാകൊലപാതക കേസ്. ഇപ്പോൾ ഇതിൽ നിന്ന് പ്രതിഭാഗം വക്കീൽ വക്കാലത്തൊഴിഞ്ഞിരിക്കുന്നു. ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് എത്തിയിരിക്കുന്നത്? എന്താണ് വിവരങ്ങൾ? സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിൽ ഏറെ ചർച്ച ചെയ്ത ഒരു കൊലപാതകമായിരുന്നു മാന്നാർ കലാകൊലപാതക കേസ്. ഇപ്പോൾ ഈ കേസിൽ പ്രതിഭാഗം അഭിഭാഷകൻ സുരേഷ് മത്തായിയാണ് ഇപ്പോൾ വക്കാലത്തൊഴിഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ പ്രതികളുടെ ജാമ്യത്തിനായിട്ട് ഈ പ്രതികൾക്ക് മേൽക്കോടതിയെ സമീപിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പുതിയ അഭിഭാഷകൻ പ്രതികളുടെ ഭാഗത്തിന് വേണ്ടി വക്കാലത്ത് ഏറ്റെടുത്ത ശേഷം മാത്രമേ ഇനി പ്രതികൾക്ക് ഹൈക്കോടതിയിൽ ഈ ജാമ്യാപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ അഭിഭാഷകൻ സിപിഎമ്മിന്റെ ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയാണ്. ഭൂതന്നൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കൂടിയായിട്ടുള്ള അഭിഭാഷകനാണ് സുരേഷ് മത്തായി എന്ന് പറയുന്നത്. ഇദ്ദേഹമാണ് ഇപ്പോൾ വക്കാലത്ത് ഒഴിഞ്ഞിരിക്കുന്നത്. ഈ വക്കാലത്ത് ഒഴിഞ്ഞ സാഹചര്യത്തിൽ ഇനി പുതിയ അഭിഭാഷകൻ വക്കാലത്ത് ഏറ്റെടുത്ത ശേഷം മാത്രമേ പ്രതികൾക്ക് ജാമ്യാപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ശരി. മാന്നാർ കലാകൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രതിഭാഗം അഭിഭാഷകൻ സുരേഷ് മത്തായി വക്കാലത്തൊഴിഞ്ഞിരിക്കുന്നു. സുരേഷ് മത്തായി സിപിഎമ്മിന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ്. പാർട്ടി നിർദ്ദേശപ്രകാരമാണ് വക്കാലത്ത് ഒഴിഞ്ഞതെന്നാണ് സൂചനകൾ. വിശദാംശങ്ങൾ നൽകിയത് ദേവൻ ആലപ്പുഴയിൽ നിന്ന്.